നമസ്കാരം. രാജ്യത്തെ നൂറുകണക്കിന് വരുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് ഇതൊരു സന്തോഷ സുദിനമാണ്. കാരണം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കഴിയുകയും ഇന്നു മുതൽ ജനങ്ങൾക്ക് രാമക്ഷേത്രം തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. ചിലപ്പോൾ കുറേ നാളുകളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, രാജ്യത്തെ ഏകദേശം നൂറുകണക്കിന് വരുന്ന കലാപങ്ങളിലേക്കും ഒപ്പം തന്നെ സംഘർഷങ്ങളിലേക്കും തള്ളിവിട്ട രാമക്ഷേത്രത്തിൻ്റെ രാഷ്ട്രീയ വിജയം. ഇതിൻ്റെ രാഷ്ട്രീയ വിജയം എന്ന് പറയപ്പെടുന്നത് BJPക്ക് ആയിരുന്നു എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. 1984 ലോക്സഭയിലെ 2 അംഗങ്ങളിൽ നിന്ന് 1989 അത് 88ആയും 91 120ആയും 96 അത് 161ആയും 1998 182ആയും 1999 181ആയും 2004 138ആയും 2009 116ആയും 2014 അത് 282ആയും 2019 303 സീറ്റായും BJP വളരുകയായിരുന്നു. അത്തരത്തിലൊരു വലിയ വളർച്ചയിലേക്ക് രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ സഹായിച്ചു BJPയെ. രാമക്ഷേത്രത്തിൻ്റെ ആ നാൾ വഴികളിലേക്ക് നമ്മളൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ വലിയൊരു ചരിത്രമാണ്. 1858 എന്ന് പറയപ്പെടുന്നത് ഏകദേശം 2 ഡസനിലധികം നിഹാംഗ് സിഖുകാർ, അങ്ങനെയുള്ള നിഹാംഗ് സിഖുകാർ അയോധ്യയിലെ ബാബറി മസ്ജിദിലേക്ക് ഇരച്ചു കയറുകയും അവിടെ ഹവൻ, അതായത് ആചാരങ്ങൾ നടത്തുകയും ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. അതായത് ഈ രാമൻ്റെ ജന്മസ്ഥലത്ത് അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള ആദ്യത്തെ ശ്രമമായിരുന്നു 1858 എന്ന് പറയേണ്ടി വരും. ഇതിനു മുൻപ് ഹിന്ദുക്കൾ രാമൻ്റെ ജന്മസ്ഥലമായി പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ പള്ളിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്തെ, അതിനെയാണ് ഈ ആരാധിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. നിഹാങ് കൊടുങ്കാറ്റിന് ശേഷം ഹിന്ദുക്കൾ എല്ലാവരും കൂടി ആരാധനയ്ക്കായിട്ട് പള്ളിയിലേക്ക് ഇരച്ചു കയറപ്പെടുന്നു, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. 1858 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി 1885 വന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത്? അതായത് ഈ ബാബറി മസ്ജിദിൻ്റെ പുറത്തെ മുറ്റത്തെ പ്ലാറ്റ്ഫോമിൽ, പുറമേ കാണുന്ന ആ പ്ലാറ്റ്ഫോമിൽ ക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ അന്ന് നിർമോഹി അഖാര വിഭാഗത്തിലെ സന്യാസിയായിട്ടുള്ള ചിലർ, അതിൽ ഒരാൾ എന്ന് പറയപ്പെടുന്നത് മഹന്ത് രഘുബർ ദാസ് എന്ന് പറയപ്പെടുന്ന ആൾ ഫൈസാബാദ് ജില്ലാ കോടതിയിൽ ആദ്യമായിട്ട് ഒരു ഹർജി നൽകുകയാണ് 1885. അന്ന് പക്ഷേ കോടതി ആ ഹർജി നിഷ്കരണം തള്ളുകയാണ്. പിന്നെ നമുക്ക് 1949 വരാം. രാംലല്ലയുടെ വിഗ്രഹങ്ങൾ രഹസ്യമായി പള്ളിയുടെ മധ്യതാഴികക്കുടത്തിനടിയിൽ സ്ഥാപിച്ചു. 1949 ഡിസംബർ മാസം 22, 23 തീയതികളിൽ അന്ന് ഈ ബാബറി മസ്ജിദിൽ വിഗ്രഹം കണ്ടെത്തിയത് ദൈവിക സംഭവമാണെന്ന് ആദ്യം നമ്മൾ കരുതിയിരുന്നു. ആദ്യവും ജനസംഘവും പിന്നീട് ഈ പറയുന്ന BJPയുമൊക്കെ അതിനെ ഏറ്റുപിടിക്കുകയും സംഘപരിവാറും നിരന്തരം ഈ പ്രശ്നങ്ങളെ, അവരുടെ അവകാശവാദങ്ങൾ പലപ്പോഴും ഉന്നയിക്കപ്പെട്ടുകൊണ്ടുവരുന്നു. എന്നാൽ 1949 ഡിസംബർ മാസം 22, 23 തീയതികളിൽ രാത്രിയിൽ മസ്ജിദിനുള്ളിൽ അതിക്രമിച്ചു കയറി വിഗ്രഹങ്ങൾ കടത്തുകയായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് മോഷ്ടിക്കപ്പെടുകയായിരുന്നു എന്നാണ് മറുപക്ഷം കോടതിയിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് വസ്തുത. ഇനി നമ്മൾ 1949 ഈ സംഭവം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തർക്കത്തിന് അന്ന് തിരികൊളുത്തുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ പുതിയൊരു രാമക്ഷേത്ര നിർമ്മാണവുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകൾ തുടങ്ങുന്നു. ഫൈസാബാദ് കോടതി മസ്ജിദ് അത് ആദ്യം ഏറ്റെടുക്കുന്നു. അതിനുശേഷം മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും പ്രവേശനം അവിടെ നിരോധിക്കുന്നു. ആ നിരോധിത മേഖലയിൽ പ്രവേശനം ആ പ്രദേശത്തെ ഔദ്യോഗിക റിസീവറിന് കൈമാറുകയും ചെയ്യുന്നു. ഇതാണ് 1949 നടന്ന സംഭവം. എന്നാൽ ഹിന്ദുത്വ സംഘടനകൾ സ്ഥാപിച്ച വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 1950 കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അയോധ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
വീണ്ടും അവിടെ ഗോപാൽ സിംല വിശാരദി എന്നൊരു വ്യക്തി, ആ വ്യക്തി ഫൈസാബാദ് ജില്ലാ കോടതിയിൽ വീണ്ടും അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. അതും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുമാത്രമല്ല, രാമക്ഷേത്രത്തിൽ പൂജ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ 1959 എത്തുമ്പോഴത്തേനും ഈ രാംലല്ല വിഗ്രഹങ്ങളെ ആരാധിക്കുവാനുള്ള അവകാശമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമോഹി അഖാര കേസ് ഫയൽ ചെയ്യുകയാണ്. ഞാനതിൻ്റെ നാൾവഴികളിലൂടെയൊക്കെ ചരിത്ര വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 1961 കാലഘട്ടത്തിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം, ആ ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ട് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഹർജിയുമായിട്ട് ആദ്യമായി രംഗത്തെത്തുകയാണ്. പിന്നെ നമ്മൾ നടക്കുന്നത് 1984-86 കാലഘട്ടത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ തർക്കഭൂമിയായി മാറ്റപ്പെട്ട തർക്കഭൂമിയായിട്ടുള്ള രാമക്ഷേത്രം നിർമ്മിക്കുവാനുള്ള നീക്കവുമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വരികയാണ്. ഇതൊരു തർക്കഭൂമിയായിരുന്നല്ലോ അയോധ്യ എന്ന് പറയപ്പെടുന്ന ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ വിശ്വ ഹിന്ദു പരിഷത്ത് വരികയും 1986 ഫെബ്രുവരിയിൽ ബാബറി മസ്ജിദിനുള്ള വിഗ്രഹം ആരാധിക്കുവാനായി ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ജില്ലാ കോടതി ഒരു ഉത്തരവ് ഇടുകയും ചെയ്യുന്നു. 1986 ജനങ്ങൾക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി ബാബറി മസ്ജിദിൻ്റെ പൂട്ടുകൾ അന്ന് തുറന്നു. രാഷ്ട്രീയമായി ബാബറി മസ്ജിദിൻ്റെ പൂട്ടുകൾ ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കുന്നതിൽ അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷമുള്ള ഒരു സർക്കാരായിരുന്നു. ആ സർക്കാർ പ്രധാന പങ്ക് വഹിച്ചതായി പലപ്പോഴും ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. 86 കാലഘട്ടങ്ങൾ 1986-87 കാലഘട്ടങ്ങളിൽ അയോധ്യ എന്ന് പറയപ്പെടുന്ന തർക്കഭൂമിയായി തന്നെ സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ തർക്കഭൂമിയും തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയും രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RS രാഷ്ട്രീയ സ്വയംസേവക് സംഘ് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നു. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പോലെ മഹത്തായിട്ടുള്ളൊരു രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് 1986-87 കാലഘട്ടത്തിൽ RSS മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് നടക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ദിവസങ്ങളാണ്. 1989 ഓഗസ്റ്റിൽ തർക്കസ്ഥലത്ത് തൽസ്ഥിതി തുടരാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിടുകയാണ്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തൽസ്ഥിതി തുടർന്നു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ അതേസമയം 1989 തന്നെ VHPയുടെ നേതാവ് അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ആ അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിൽ കൈവശാവകാശം തങ്ങൾക്ക് അനുകൂലമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, തങ്ങളുടേതാണ് ഈ ഭൂമി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ കേസ് ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ പുതിയ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഫൈസാബാദ് ജില്ലാ കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് എത്തപ്പെടുന്നു. ആ പരിഗണനയിലുള്ള എല്ലാ കേസുകളും അന്ന് ഈ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിലേക്ക് മാറ്റുകയാണ്. അത് ഈ വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി 1989 നവംബർ മാസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ തർക്കഭൂമിയായിട്ടുള്ള അയോധ്യയോട് ചേർന്നുള്ള ഭൂമിയിൽ VHP എന്ന് പറയപ്പെടുന്നത് ആദ്യമായി ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം നടത്തുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ഈ അയോധ്യയുടെ തർക്കഭൂമി പരിസരത്ത് ഫൈസാബാദിൽ നിന്നാണ് അന്ന് രാജീവ് ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് പോലും. അന്ന് ആരംഭിക്കുന്നത് പ്രചരണം ആരംഭിക്കുന്ന രാജീവ് ഗാന്ധി ഫൈസാബാദിൽ നിന്ന്. പക്ഷേ 1989 BJP ആദ്യമായിട്ട് രാമക്ഷേത്ര പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചേരുകയാണ്. ആര്? BJP എന്ന് പറയപ്പെടുന്നത് രാമക്ഷേത്ര പ്രസ്ഥാനത്തിലേക്ക് ചേരുന്നു. അങ്ങനെ BJPയോടൊപ്പം ചേർന്ന് BJP കൂടെ ചേർന്നുകൊണ്ട് തർക്കം ഇരു സമുദായങ്ങളും തമ്മിലുള്ള പരസ്പര സംഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ ആ സംഭാഷണത്തിലൂടെ സാധ്യമാകുന്നില്ല എങ്കിൽ അങ്ങനെ സാധ്യമാകാത്തൊരു സാഹചര്യത്തിൽ പ്രാപ്തമാക്കുന്ന നിയമനിർമ്മാണത്തിലൂടെയോ പരിഹരിക്കണമെന്ന് അന്ന് പാലംപൂർ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുകയാണ്. അത് പാസ്സാക്കിയെടുക്കുകയായിരുന്നു BJP. കാരണം ഇതൊക്കെ ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ടും ആ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രശ്നമാണ് എന്നുള്ളതിനാൽ അതിൽ ഒരു കേസ് ഒരു തരത്തിലും ഈ വിഷയത്തിന് പരിഹാരമല്ല എന്നും വാദിക്കുകയായിരുന്നു. തർക്കഭൂമിയിൽ ശ്രീരാമക്ഷേത്രം പണിയുക തന്നെ വേണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യവും. ഇനി 1990 സെപ്റ്റംബർ മാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ നേതാവായിട്ടുള്ള LK അദ്വാനി
ഈ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു രഥയാത്ര സംഘടിപ്പിക്കുകയാണ്. സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ഒരു രഥയാത്ര 1990 നവംബറിൽ ആരംഭിക്കുന്നു LK അദ്വാനി. 1990 ഒക്ടോബർ മാസം 22-ാം തീയതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ബീഹാറിലെ സമസ്തിപ്പൂരിൽ വെച്ച് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയാണ് രഥയാത്രയുമായി ബന്ധപ്പെട്ടിട്ട്. അദ്വാനി ഇല്ലാതിരുന്നിട്ടും കർസേവകർ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും BJPയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഒക്കെ പ്രവർത്തകർ അയോധ്യയിലേക്ക് മാർച്ച് നടത്തി. അതായത് അദ്വാനി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് 1990 ഒക്ടോബർ മാസം 30-ാം തീയതി നടന്ന സംഭവമെന്ന് പറയപ്പെടുന്നത് ബാബറി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തകർക്കുവാനുള്ള ശ്രമത്തിനിടെ, അതായത് ഒന്നാം കർസേവ, ആ കർസേവകർക്ക് നേരെ അന്നത്തെ മുലായം സിംഗ് യാദവ്, ആ മുലായം സിംഗ് യാദവിൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് വെടിയുതിർക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഒക്ടോബർ 30, 1990. മസ്ജിദിൽ കേടുപാടുകൾ കൂടാതെ അന്ന് നിലനിർത്തുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവിടെയും അവസാനിക്കുന്നില്ല ഹിന്ദു പോരാട്ടം. 1992 ഡിസംബർ മാസം 6 കറുത്ത അധ്യായമായി പലരും കുറിക്കുന്നുണ്ട്. പക്ഷേ ബാബറി മസ്ജിദ് അന്ന് തകർക്കപ്പെടുകയാണ്. കല്യാൺ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരായിരുന്നു അന്ന് യു പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UPയിൽ അധികാരത്തിലിരിക്കുന്നത് കല്യാൺ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ്. 1 ലക്ഷത്തോളം വരുന്ന കർസേവകർ 6 മണിക്കൂർ നീണ്ട സമയത്തിനുള്ളിലാണ് ഈ ബാബറി മസ്ജിദ് എന്ന് പറയപ്പെടുന്ന സംഭവം തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നുള്ളതാണ്. BJPയുടെ ഉന്നത നേതാക്കളായിട്ടുള്ള അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ, മാത്രമല്ല നൃത്യ ഗോപാലദാസ് അടക്കം, സാത്വി ഋദംബര എന്നിവരടക്കമുള്ളവർ വളരെ വലിയ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുകയും ആ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ ഹിന്ദുക്കളുടെ ഉള്ളിലേക്ക് കടന്നു കയറുകയും അവർ കർസേവ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പള്ളി നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമെന്ന് പ്രതിജ്ഞയെടുത്തു. ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന പല സംഭവ വികാസങ്ങളും നടന്നു എന്നുള്ളതാണ് ആ കർസേവയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നീട് കർസേവകർ ചെയ്തത് ബാബറി മസ്ജിദ് ആക്രമിക്കുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഴുവൻ ഭൂമിയും, ആ കെട്ടിടം മുഴുവനും തകർക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് 6 മണിക്കൂർ കൊണ്ട് അവിടെ നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കല്യാൺ സിംഗ് സർക്കാർ സുപ്രീം കോടതിയിൽ പള്ളിക്ക് കേടുപാടുകൾ വരുത്തില്ല എന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടും പോലീസ് കർസേവകർക്ക് നേരെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷമടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 1992 ഡിസംബറിൽ അന്ന് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം എന്ന് പറയപ്പെടുന്ന 2 കേസുകൾ, ഒന്ന് പൊളിക്കലിന് അജ്ഞാതരായ കർസേവകർക്കെതിരെയും മറ്റൊന്ന് പൊളിക്കുന്നതിന് മുമ്പ് വളരെ വലിയ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ BJPയുടെ നേതാക്കൾ, ആ BJP നേതാക്കളായിട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ BJPയുടെ ശക്തരായ നേതാക്കൾക്കെതിരെയായിരുന്നു ആ കേസെടുത്തത് എന്നുള്ളതാണ് വസ്തുത. പിന്നീട് എല്ലാവരെയും കുറ്റമുക്തരാക്കി എന്നുള്ളത് ചരിത്രം. 1992 ഡിസംബറും 1993 ജനുവരി മാസങ്ങളിൽ നടന്ന മറ്റൊരു സംഭവം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലുടനീളം വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. രാമക്ഷേത്ര നിർമ്മാണം മാത്രമല്ല, ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. 93 അയോധ്യയിലെ തർക്കഭൂമി ഉൾപ്പെടെ 67.7 ഏക്കർ ഭൂമി കേന്ദ്രം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നത്. 1993 ഒക്ടോബർ മാസത്തിൽ അദ്വാനി ഉൾപ്പെടെയുള്ളവർ ഈ ഗൂഢാലോചന നടത്തി, അതായത് ബാബറി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഗൂഢാലോചന നടത്തി എന്നാരോപിച്ചുകൊണ്ട് CBI ഒരു സംയുക്ത കുറ്റപത്രം സമർപ്പിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ആർക്കെതിരെയായിരുന്നു? ലാൽകൃഷ്ണ അദ്വാനി ഉൾപ്പെടെയുള്ള BJPക്കാർക്കെതിരെ. 1994 ചരിത്രമെന്ന് പറയപ്പെടുന്നത് ഭൂമി ഏറ്റെടുക്കൽ സുപ്രീം കോടതി ശരിവെക്കുകയാണ്, കേന്ദ്രം ഭൂമി ഏറ്റെടുക്കുന്നത്. അതേസമയം അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് എന്ന് പറയപ്പെടുന്നത് ഈ തർക്കപ്രദേശത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസ്, ആ കേസ് കേൾക്കാൻ തുടങ്ങുകയും ഒപ്പം തന്നെ ഈ ഖനനത്തിന് ഉത്തരവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ 94 ശേഷമുള്ള കുറച്ച് നാളുകൾക്ക് ശേഷം, 10 വർഷത്തോളത്തിന് ശേഷം 2003 ഒരു കാലഘട്ടത്തിൽ
അയോധ്യയിലെ തർക്കഭൂമിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം ആരംഭിക്കുകയാണ്. നമുക്കറിയാലോ, ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷമാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. 2009, അതായത് 16 വർഷത്തിന് ശേഷം ലിബർഹാൻ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ലിബർഹാൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ 1992 ഡിസംബർ മാസം 6 ബാബറി മസ്ജിദ് തകർത്തത് സ്വതസിദ്ധമായതല്ലെന്നും കഠിനമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടുകൂടിയാണെന്നും അത്തരത്തിൽ വലിയ മുൻകൂട്ടിയുള്ള ആസൂത്രണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നുവെന്നും അത്തരത്തിൽ മുൻകൂട്ടിയുള്ള ആസൂത്രണത്തോടെയാണ് ഇത്തരത്തിലൊരു തകർക്കൽ നടന്നതെന്നുമാണ് അന്ന് കമ്മീഷൻ്റെ നിഗമനമുണ്ടായിരുന്നത്. 2011 സെപ്റ്റംബർ മാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ട് ആ തർക്കഭൂമി സംബന്ധിച്ച ആദ്യത്തെ വിധി വരികയാണ്. ആദ്യത്തെ വിധി വരുമ്പോൾ അത് സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഖാഡ, രാംലല്ല ഇവർക്കൊക്കെ തുല്യമായി ഭൂമി വീതിക്കുവാൻ അലഹബാദ് ഹൈക്കോടതി ആദ്യമായി അത്തരത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ 3-അംഗ ബെഞ്ച് 2:1 എന്ന് പറയുന്ന ഭൂരിപക്ഷത്തോടു കൂടി വിധി പ്രസ്താവിച്ചു എന്നുള്ളതാണ്. തുല്യമായി 3 പേർക്കും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ വിധി 2011 മെയ് മാസത്തിൽ നടന്നത് മറ്റൊന്നാണ്. അതായത് അയോധ്യ എന്ന് പറയപ്പെടുന്ന ഭൂമി തർക്കത്തിലെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ഇരുവിഭാഗത്തിൻ്റെയും അപ്പീലിൽ തൽസ്ഥിതി തുടരാൻ എന്താണോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ സ്ഥിതി അവിടെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിടുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. പിന്നെ വരുന്നത് 2017 മാർച്ച് മാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ 2017 മാർച്ച് മാസത്തിൽ തുടർന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS ഖഖാർ, ആ JS ഖഖാർ കോടതിക്ക് പുറത്ത് തർക്കം പരിഹരിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. 2017 ഓഗസ്റ്റ് മാസത്തിൽ ഇതേപോലെ ഈ തർക്കഭൂമിയിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തർക്കത്തിലെ വിവിധ കക്ഷികളുടെ ഹർജികൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി 3-അംഗ ബെഞ്ച് രൂപീകരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സുപ്രീം കോടതി 3-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നു. അതിനുശേഷം 2018 ഫെബ്രുവരിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഭൂമി തർക്ക കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിൽ സുപ്രീം കോടതി വാദം കേൾക്കാൻ തുടങ്ങുകയായിരുന്നു. വാദം കേൾക്കൽ ആരംഭിക്കുന്നു. കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യം 2019 ജനുവരിയിലേക്ക് എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. കേസ് കേൾക്കാൻ എത്തുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായിട്ടുള്ള 5-അംഗ ബെഞ്ച്. ആ 5-അംഗ ഭരണഘടനാ ബെഞ്ചിനെ സുപ്രീം കോടതി ഇതിനു വേണ്ടിയിട്ട് രൂപവൽക്കരിക്കുകയാണ്. ഈ കേസിനെ അയോധ്യ വിധിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ട് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിൽ. അതോടുകൂടി തന്നെ അവിടെ പ്രതിദിനമായിട്ടുള്ള എല്ലാ ദിവസവും ഹിയറിങ്ങുകൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2019 നവംബർ മാസം 9-ാം തീയതി എന്ന് പറയപ്പെടുന്ന ചരിത്രവിധിയായി മാറപ്പെടുന്നു. തർക്കഭൂമിയിൽ ക്ഷേത്രത്തിന് അനുകൂലമായിട്ടുള്ള സുപ്രധാന വിധി സുപ്രീം കോടതി അന്ന് പുറപ്പെടുവിക്കുകയാണ്. 2019 നവംബർ മാസം 9-ാം തീയതി. 92 ഡിസംബർ 6 മസ്ജിദ് തകർത്തത് നിയമവാഴ്ചയുടെ കടുത്ത ലംഘനമാണെന്ന് നിരീക്ഷിച്ച ബെഞ്ച്, തകർത്തത് കറക്റ്റാണ്, നിങ്ങൾ കാണിച്ചത് തെറ്റാണ് എന്ന് പറയുന്ന ബെഞ്ച് തർക്കത്തിലുള്ള 2.77 ഏക്കർ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായിട്ട് സർക്കാർ രൂപീകരിക്കുന്ന ട്രസ്റ്റിന് കൈമാറുന്നു. ഏത് തരത്തിലുള്ളൊരു ട്രസ്റ്റാണോ സർക്കാർ രൂപീകരിക്കുന്നത് ആ ട്രസ്റ്റിന് ഇത് കൈമാറുവാൻ ആദ്യമായി സുപ്രീം കോടതി ഉത്തരവിടുകയാണ്. അപ്പോൾ അയോധ്യയിൽ മുസ്ലിങ്ങൾക്ക് മസ്ജിദ് പണിയാൻ 5 ഏക്കർ ഭൂമി നൽകുവാനും സുപ്രീം കോടതി വിധിയിടുന്നു, ഉത്തരവിടുന്നു എന്നുള്ളതാണ്. സുപ്രധാന വിധികളാണ്, ചരിത്ര വിധികളായി മാറുകയായിരുന്നു 2019 നവംബർ മാസം 9-ാം തീയതിയുള്ള സുപ്രീം കോടതിയുടെ വിധി. അങ്ങനെ ചരിത്ര വിധിയുമായി മുന്നോട്ട് പോകുമ്പോൾ 2020 ഫെബ്രുവരി മാസത്തിൽ രാമജന്മഭൂമി ന്യാസ് മേധാവി മഹന്ത് നൃത്യ ഗോപാലദാസ് അധ്യക്ഷനായിട്ടുള്ള രാമജന്മഭൂമി ട്രസ്റ്റ് അല്ലെങ്കിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അവർ എന്തായാലും ക്ഷേത്രം നിർമ്മിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ഒരു സ്വയംഭരണ ട്രസ്റ്റ് രൂപീകരിക്കുവാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നതിന് വേണ്ടി മന്ത്രിസഭ തന്നെ ഒരു തീരുമാനിച്ചതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പാർലമെൻറ്റിനെയാണ് കൃത്യമായി അറിയിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ചരിത്രവിധിയുമായി രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു. 2020 ഓഗസ്റ്റ് മാസം 5 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്ര നേതൃത്വത്തിന് ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നു. ഇനി 2022 ജനുവരിയിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് ഏകദേശം 45 ദിവസത്തെ ദേശീയ ധനസമാഹരണ ക്യാമ്പയിൻ, അങ്ങനെ ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിച്ച് 5500 കോടിയിലധികം രൂപ സമാഹരിച്ചതായിട്ട്
ക്ഷേത്ര ട്രസ്റ്റ് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ വെളിപ്പെടുത്തലുണ്ടായിരിക്കും. ഏകദേശം 5500 കോടി രൂപ സമ്പാദിച്ചിരിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന്. ഇനി 2024 ജനുവരി 22 എന്ന് പറയുന്ന ചരിത്ര ദിനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാംലല്ലയുടെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നത്, ആ പ്രതിഷ്ഠയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 2024 ജനുവരി മാസം 22 നടക്കുന്നതോടുകൂടി 1858 മുതൽ ഇങ്ങോട്ടുള്ള ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിരുന്ന, അല്ലെങ്കിൽ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു വിധിയും ആ വിധിയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണ പൂർത്തീകരണവും നടക്കുകയായിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ നൂറുകണക്കിന് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പലതരത്തിലുള്ള വിപ്ലവങ്ങൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങളൊക്കെ നമ്മൾ നടത്തി കണ്ടിട്ടുമുണ്ട്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകാതെ പകരം ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മാത്രമാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി വിശ്വ ഹിന്ദു പരിഷത്തും RSSും BJPയും അടങ്ങുന്ന ഒരു സംഘടന ഒന്നിച്ചു ചേർന്നുകൊണ്ട് മുന്നോട്ട് വന്നതും രാമക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോടതി വിധികളടക്കം സമ്പാദിക്കുകയും സുപ്രീം കോടതിയിൽ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി കൂടി സമ്പാദിച്ചതോടുകൂടി രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും 2024 ജനുവരി 22 രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുകയും ചെയ്തു. അങ്ങനെ മനസ്സുകൊണ്ട് രാമന് വേണ്ടി പ്രാർത്ഥിച്ചവർ ആദ്യമായി രാമക്ഷേത്രം നിർമ്മിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയപ്പോൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെടുന്നവയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.